കഞ്ഞിക്കുഴി പുന്നയാർ സ്റ്റുഡന്റ് സിറ്റിയിൽ ഒരു വീട്ടിലെ 5 പേരെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി. 2 പേർ മരിച്ചു. പുന്നയാർ സ്വദേശി ബിജു, ഭാര്യ ടിൻഡു എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ചേരുകയാണ്. ആഷിഖ്, എന്താണ് സംഭവത്തെക്കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? അഷിത, കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പുന്നയാർ സ്റ്റുഡന്റ് സിറ്റിയിൽ താമസിക്കുന്ന കരാടിയിൽ ബിജു, ഭാര്യ ടിൻഡുവുമാണ് വിഷം ഉള്ളിൽ ചെന്ന് മരണമടഞ്ഞത്. ഇവരുടെ 3 കുട്ടികളെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 8ഉം 2ഉം വയസ്സുള്ള 2 ആൺകുട്ടികളും അടങ്ങുന്ന 2 ആൺകുട്ടികളുമാണ് ഇപ്പൊ ചികിത്സയിലുള്ളത്. ഉച്ചയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ആന്റണിയും ബിജുവും ടിൻഡുവും കഞ്ഞിക്കുഴിയിൽ ഒരു ഹോട്ടൽ നടത്തുകയാണ്. ലക്ഷക്കണക്കിന് കടബാധ്യതയെ തുടർന്നാണ് ഇവർ ആത്മഹത്യ നടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഉച്ചയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. വിഷം കഴിച്ച വിവരം അറിഞ്ഞ അയൽവാസികൾ ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പക്ഷേ കുട്ടികൾ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. ഉപ്പുവെള്ളം കുട്ടികൾക്ക് കുടിക്കാൻ നൽകി അവർ വിഷം പുറത്ത് ഛർദ്ദിച്ചു കളഞ്ഞതോടെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. പക്ഷേ മുതിർന്ന 2 പേരെ, ബിജുവിനെയും ഭാര്യയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. 2 പേരും മരണപ്പെട്ടു. ഇന്നലെ രാവിലെ ഇവിടെ വീട്ടിൽ നിന്ന് കഞ്ഞിക്കുഴിക്ക് പോയ സമയത്താണ് ബിജുവിന്റെ മാതാവും മറ്റുള്ളവരും വീട്ടിൽ നിന്ന് മാറിയ സമയത്താണ് ഇവർ വിഷം കഴിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.